2025 നീറ്റ് എക്സാം എഴുതി ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്ന് 275 MBBS സീറ്റുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 200ഓളം സീറ്റുകൾ നേടിയതും ബ്രില്യനിലെ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രത്യേകമായും ഇനിയുള്ള അവരുടെ വളരെ വിലപ്പെട്ട നാളുകൾ എങ്ങനെ ചിലവഴിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് വെറുതെ കിട്ടുന്നതിനേക്കാൾ എന്തുകൊണ്ടും സന്തോഷകരമാണ് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ച് നമ്മളിലേക്ക് എത്തുമ്പോൾ. അങ്ങനെ വളരെയധികം പ്രയത്നിച്ച് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ഫസ്റ്റ് ഇയർ അഡ്മിഷൻ നേടിയിരിക്കുന്ന ബ്രില്യൻറ്റിലെ മിടുക്കരായ കുറച്ച് വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അരവിന്ദ്, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. തൃശ്ശൂർ ബ്രില്യനിലാണ് പഠിച്ചത്. എൻ്റെ പേര് ദീപക് ദിനേശ്, ഞാൻ ഓൺലൈൻ ബാച്ചിലായിരുന്നു, T28 ബാച്ചിലായിരുന്നു. എൻ്റെ വീട് കണ്ണൂർ. എൻ്റെ പേര് ആൽഡ്രിൻ ജെറാഡ്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. പഠിച്ച പാലാ സെൻറ്ററിലാണ്, P1 ബാച്ചായിരുന്നു. എൻ്റെ പേര് നബീലാണ്, കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ പാല A ബ്ലോക്കിലായിരുന്നു പഠിച്ചത്, P1 ബാച്ചിൽ. എൻ്റെ പേര് അഭിരാം ശരത് ഭരത്, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നത്. ഞാൻ ബ്രില്യൻ പാല A ബാച്ച് Q43 പഠിച്ചത്. എൻ്റെ പേര് ജയന്ത്, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. പഠിച്ചത് പാല തന്നെയാണ്, D ബ്ലോക്ക് ബാച്ച് S5. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളൊരു ആഗ്രഹം പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ച് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നോ? ഓക്കെ, എന്തുകൊണ്ടാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ കാരണം? ഒബ്വിയസ്ലി ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ടോപ്പ് കോളേജസ് നോക്കുമ്പോൾ കോഴിക്കോടല്ലേ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പഠിച്ച സീനിയേഴ്സ് ആണെങ്കിലും നമുക്കറിയാവുന്ന എല്ലാവരും ആദ്യം കോഴിക്കോടാണ് പറയാം. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 മാസത്തോളമായി നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ആ ഒരു 4 മാസത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഒരു കൊല്ലം ഫുള്ള് മാനിഫെസ്റ്റ് ചെയ്ത് വന്ന് ഇപ്പോൾ അത് ലിവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടല്ലോ. ഓക്കെ, ആ ഒരു ഹാപ്പിനെസ്സിലാണ്. പിന്നെ ആ ഒരു ഇതും വരുന്നുണ്ട്, ആ MBBSൽ കയറി എന്നുള്ള ആ ഒരു ഫീലും. നമ്മളൊരു കേവലം ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു സ്റ്റുഡൻ്റ് അല്ല, നമ്മൾ മറ്റൊരു തലത്തിലുള്ള ഒരു സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സീനിയേഴ്സ് വർക്ക് ചെയ്യുന്നതാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് വരും. ലൈക്ക് ഇത് വെറും ഒരു കോഴ്സല്ല, ആ ഒരു ഫീൽ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു MBBSലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ ഒരു ആഗ്രഹം തുടങ്ങിയത്? ബേസിക്കലി എൻ്റെ കുടുംബത്തിലാരും MBBS ഇല്ല. പിന്നെ അച്ഛനടുത്ത് ചോദിച്ചപ്പോൾ അച്ഛനെ ഡോക്ടറാണ്, മക്കളെ ഡോക്ടറാക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ഏട്ടൻ നേരെ വീട്ടിനടുത്ത് കോളേജ്, ഹോം സിക്ക് ആയതുകൊണ്ട് നേരെ വീട്ടിനടുത്ത് കോളേജ് അങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ അവസാനത്തെ പ്രതീക്ഷ ഞാനായിരുന്നു. ഞാൻ നേരെ MBBS അച്ഛൻ്റെ അവസാനത്തെ പ്രതീക്ഷ താങ്കളായിരുന്നു, അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം അങ്ങ് ആക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു അതായിരുന്നു അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയാനുള്ള ഒരു കാരണം തന്നെ അതായിരുന്നോ? അച്ഛനായിരുന്നു എൻ്റെ മെയിൻ മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ദീപക് ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, ബാക്കി ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ദീപക്കാണ് ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ബ്രില്യൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓൺലൈൻ ബാച്ച് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയം ക്ലാസ് കാണാൻ പറ്റും, ഇഷ്ടമുള്ള ടീച്ചേഴ്സിൻ്റെ. പിന്നെ ലേണിംഗ് ആപ്പിൽ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. ഡൗട്ട് ക്ലിയറൻസ് വീക്ക്ലി ഡൗട്ട് ക്ലിയറൻസ് സെഷനൊക്കെ ഉണ്ടാവും ആ വീക്കിലി കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ. അപ്പോൾ വീക്കിലി നമുക്ക് ചാപ്റ്റേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ പോകാൻ പറ്റും. അധികം ബാക്ക്ലോഗ് എന്ന് വെക്കാണ്ട് കറക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ തന്നെ ക്ലാസ്സൊക്കെ കണ്ടുപോകാൻ പറ്റും. ഓക്കെ, പിന്നെ വീക്കിലി എക്സാംസ് ഉണ്ടാവും, വീക്കിലി കഴിഞ്ഞ ടോപ്പിക്സിൻ്റെ. ബാക്ക്ലോഗ് ഒന്നും ഇല്ലാണ്ട് വൃത്തിക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയത് എങ്ങനെയായിരുന്നു? ഓൺലൈനായിട്ട് തന്നെയാണോ അതോ ഓഫ്ലൈൻ സെൻറ്ററുകൾ തിരഞ്ഞെടുത്തായിരുന്നു, എങ്ങനെയായിരുന്നു? അല്ല, മോഡൽ എക്സാംസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ സെൻറ്ററിൽ ബ്രില്യൻ്റ് ഓഫ്ലൈനായിട്ട് എക്സാം ഒക്കെ കണ്ണൂർ സെൻറ്റർ തന്നെയായിരുന്നു. കണ്ണൂരും വീട്ടിൻ്റെ അടുത്ത് പയ്യന്നൂർ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ പോയി OMR തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഓൺലൈനായാലും. ഓക്കെ, നമുക്ക് എല്ലാ നമ്മളിടുന്ന എഫേർട്ടാണ് അത്. പരീക്ഷ പേപ്പർ ഒഴിവാക്കി മാക്സിമം എഫേർട്ട് ഇട്ടാൽ കിട്ടും ഓൺലൈൻ ബാച്ച്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രില്യൻ്റാണെങ്കിലും നീറ്റ് മോഡൽ എക്സാംസ് തുടങ്ങുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നീറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. കാരണം നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രോപ്പർ എക്സാം ആ ഒരു മോഡിലേക്ക് നമ്മൾ നീങ്ങുവാണ്. ഓക്കെ, അപ്പോൾ താങ്കളുടെ ഒരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു ഒരു നീറ്റ് മോഡൽ എക്സാംസിനൊക്കെ ഒരു സമയമായപ്പോഴത്തേനും? എൻ്റെ പ്രിപ്പറേഷൻസ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പഠിച്ച് തീർക്കാനുള്ള പോർഷൻസ് പഠിച്ച് തീർക്കുമായിരുന്നു. ഒരു എക്സാം കഴിയുമ്പോഴും ഇപ്പോൾ പഠിച്ച് തീർന്നില്ലെങ്കിലും എക്സാം പോയി എഴുതുമായിരുന്നു, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യായിരുന്നു. കാരണം ക്വസ്റ്റ്യൻസ് അത്രയും കിട്ടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. പിന്നെ എനിക്ക് പറഞ്ഞ ഫിസിക്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗം. അപ്പോൾ ഫിസിക്സ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുമായിരുന്നു. ഫിസിക്സിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാന്നുള്ളതാണ് മെയിൻ കാര്യം ഫിസിക്സിൽ. പിന്നെ എനിക്ക് ബയോളജി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അതിലെന്താ NCERT ടെക്സ്റ്റ് വീണ്ടും വായിക്കുക, എപ്പോൾ പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടില്ല, അപ്പോൾ വീണ്ടും വായിക്കുക. നമ്മളൊരിക്കലും ഡിപ്രസ്ഡായി പോകരുത്, താഴത്തോട്ട് പോകരുത്, വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക NCERT ടെക്സ്റ്റ് ബയോളജി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വല്ലപ്പോഴും ആണെങ്കിലും ചില എക്സാംസ് ഒക്കെ നല്ല ടഫായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ബാക്കി എല്ലാവരുടെ കൂടെ പോലെ തന്നെ നമ്മുടെ മാർക്ക് ഒന്ന് കുറയും. ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് കോപ്പ് ചെയ്തത്? അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും പഠിച്ചിട്ട് പോകുമ്പോൾ ആ ഒരു എക്സാം നമുക്ക് മീറ്റ് ചെയ്ത പോലെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഡിപ്രസ് ആവുമായിരിക്കും. പക്ഷേ
അങ്ങനെ അത് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ഒന്നുമില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി നല്ലോണം വർക്കൗട്ട് ചെയ്യുക. അതെന്താണ് നമുക്ക് അതിൽ വന്ന പോരായ്മകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നെക്സ്റ്റ് എക്സാമിൽ വർക്കൗട്ട് ചെയ്ത് എടുക്കാന്നല്ലാണ്ട് ഇപ്രസായിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയും ഓർഗാനിക്കും ഇനോർഗാനിക്കും ഉണ്ട്. എനിക്ക് കുറച്ചും ഇഷ്ടം ഓർഗാനിക് കെമിസ്ട്രിയാണ്. കാരണം അത് കുറച്ചും മനസ്സിലാക്കി പഠിക്കാൻ എനിക്ക് അങ്ങനെയാണ് പോസിറ്റീവ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ചാൽ അതിൻ്റെ ഇക്വേഷൻസ് ആയാലും റിയാക്ഷൻ എല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി അതെ മനസ്സിലാക്കി പഠിക്കാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് ഇത് ഗ്ലിൻ്റെ കോച്ചിങ് തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു വർഷം നമ്മുടെ കൂടെ പാലായിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്തെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെന്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പാലായിലായിരുന്ന കുറേ രസകരമായിട്ടുള്ള മൂമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചില ഫാക്കൽറ്റീസായിട്ട് നമുക്ക് നല്ല ബോണ്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുവോളജിയിൽ അനൂപ് സാറായിട്ട് നല്ല ബോണ്ടായിരുന്നു. എന്താ നമ്മൾ തമ്മിലൊരു ബെറ്റ് വരെ ഉണ്ടായിരുന്നു. ബെറ്റ്? അനൂപ് സാറുമായിട്ട് ബെറ്റ്? ഓക്കെ, അതെന്തായിരുന്നു? ഒരു അഗ്രിമെന്റ് പോലെ. ഓക്കെ, എന്തായിരുന്നു? എനിക്കാണ് ഒരു വീക്ക്ലി എക്സാമിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് തന്നെ എൻ്റെ ക്യാഷ് പ്രൈസ് തന്നെ. അപ്പോൾ സാറ് പറഞ്ഞ് എന്താ ഇനി ബ്രില്യൻ്റ് ഇങ്ങനെ എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ എന്താ എൻ്റെ പേര് പറയുമോന്ന് ചോദിച്ച്. ഓക്കെ, അനൂപ് സാർ കേൾക്കുന്നുണ്ടല്ലോ. ബെറ്റ് വെച്ച് അല്ലെങ്കിൽ എഗ്രിമെന്റ് വെച്ച ആൾ സാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പോൾ ഇപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ കോളേജിലെത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ താങ്കളുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ഈ മോഡൽ എക്സാം? എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ് ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്യും. കാരണം ബാക്ക്ലോഗ്സ് ഒക്കെ വരാം, പല കാരണങ്ങളുണ്ടായിരിക്കാം, തീർച്ചയായിട്ടും വരാതിരിക്കാം. പക്ഷെ വന്നാലും അതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ബാക്ക്ലോഗ്സ് താങ്കൾക്ക് ഉണ്ടായിരുന്നു എങ്കിൽ എങ്ങനെയാണ് താങ്കൾ അതിനെ ഓവർകം ചെയ്തത്? എനിക്ക് ബാക്ക്ലോഗ്സ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം കുറച്ച് ലീവ് എടുക്കേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു. അപ്പോൾ ആ ഒരു 2 ആഴ്ചത്തെ ടോപ്പിക്സ് എനിക്ക് തീരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു മോഡൽ എക്സാമിൻ്റെ സമയം വരെ. അപ്പോൾ ഞാൻ നമുക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈം പീരീഡിൽ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് ഓൺലൈൻ ക്ലാസ് കണ്ടുപിടിച്ച് ആപ്പിലാണ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വർക്കൗട്ട് ചെയ്തപ്പോൾ നല്ലൊരു ഐഡിയ കിട്ടി. പിന്നെ മോഡൽ എക്സാം ആയപ്പോൾ ഞാനൊരു ഷോർട്ട് നോട്ട്സിൻ്റെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്ത് പിന്നെ ഒരു കറക്ഷൻ ബുക്കും പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഈ മോഡൽ എക്സാം ആകുമ്പോൾ ഓരോരോ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മളെപ്പോഴും കാണും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിന് എന്താ നമ്മൾ എപ്പോഴും ആൻസർ ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് എക്സ്ട്രാ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനോട് നമുക്ക് എക്സ്ട്രാ കിട്ടുവാണ്. അതാ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെപ്പോഴും എഴുതി വെക്കും. പിന്നെ ഓരോരോ എക്സാം ആകുമ്പോൾ നമ്മളതൊന്ന് ബ്രഷ് ത്രൂ ചെയ്തിട്ട് വീണ്ടും പരീക്ഷയ്ക്കും ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ വീണ്ടും വന്നേക്കും. അപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നത് 2025 നീറ്റ് എക്സാം എഴുതിയവരോട് മാത്രമാണ്. കാരണം ഇച്ചിരി വിഷയമായിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്കളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അത്ര ടഫായിട്ടുള്ളൊരു എക്സാം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ടത്? ലൈക്ക് ഇപ്പോൾ മോഡൽ എക്സാമിനാണെങ്കിലും വളരെ ടഫായിട്ടൊരു എക്സാം വന്നു, നമ്മൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ ഡിപ്രസ് ആയി പോകേണ്ട ആവശ്യമുണ്ട്. ലൈക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ താങ്കൾക്ക് എങ്ങനെയായിരുന്നു അതിനെ കോപ്പപ്പ് ചെയ്തത്? സത്യം പറഞ്ഞാൽ എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അമ്മയെല്ലാം പറഞ്ഞത് എന്നോട് ലൈക്ക് എക്സാം ഹാർഡാവാം എന്തോ ആവാം. പക്ഷേ ലൈക്ക് മെയിനായിട്ട് നമ്മൾ ആ എക്സാം ഹാളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന്, അതായത് ചില ദിവസങ്ങൾ മോഡൽ എക്സാം നടക്കുന്ന സമയം തന്നെ ഫുള്ളി പ്രിപ്പയർഡ് ആയി പോയിട്ടും ചില ദിവസങ്ങൾ എക്സാം ലൈക്ക് എന്നാ റീസൺ എനിക്കും അറിയില്ല, പക്ഷേ അവിടെ നമുക്ക് ലൈക്ക് നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പഠിക്കുന്നതിൻ്റെ ലാക്കിങ് കൊണ്ടായിരിക്കുമല്ലോ എപ്പോഴും, വേറെ പല കാരണം കൊണ്ടാവാം. ലൈക്ക് ആ ദിവസത്തെ നമ്മുടെ മൂഡോ അല്ലെ നമ്മുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ. അപ്പം ലൈക്ക് ഈ ഹോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുൾ ആ ഫേസിൽ തന്നെ നമ്മൾ മോസ്റ്റ്ലി പഠിക്കുന്നതിനെയും ഈക്വലായിട്ട് നമ്മളെ മെൻ്റൽ ഹെൽത്ത് നോക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ലൈക്ക് ആഴ്ചക്ക് നമുക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ട ആ ഒരു സമയം കിട്ടലുണ്ടോ, ആ സമയം ഫുള്ളി വീട്ടിൽ വിളിച്ച് കുറേ സംസാരിക്കും. അല്ലെങ്കിലും ഹോസ്റ്റൽ വാർഡൻസ് ആയാലും ക്ലാസ് ടീച്ചേഴ്സ് ആയാലും ആ കാര്യത്തിൽ ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്യണം. ഇപ്പം ഈ എക്സാം ഹാർഡ് ആയ പോലെ തന്നെ ബ്രില്യൻ്റ്ലിയും കുറേ എക്സാം ഹാർഡ് ചെയ്യണം. അപ്പം ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ മോഡൽ എക്സാമിന് സമയം നല്ല ഹാർഡ് എക്സാം ആയപ്പോൾ എൻ്റെ മാർക്ക് നല്ലോണം കുറഞ്ഞിന്. അപ്പോൾ അപ്പം എനിക്ക് മനസ്സിലായി, അതായത് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ എക്സാം വരണം എന്നില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം. ലൈക്ക് ഞാൻ ഫൈനൽ നീറ്റ് എക്സാം എഴുതിയപ്പം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ലൈക്ക് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടായിട്ടില്ല. അതായത് ഞാൻ ബയോളജിയിൽ നിന്ന് തുടങ്ങി, എന്നിട്ട് ഞാൻ വിചാരിച്ച് ബയോളജി ആയിരിക്കും ഇപ്രാവശ്യത്തെ ഹാർഡ്. എന്താ വെച്ചാൽ പൊതുവേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഹാർഡായാൽ ബാക്കി 2 ഈസിയാവും. എന്നിട്ട് കെമിസ്ട്രിയിലേക്ക് പോകുമ്പം അതും ഈക്വലി ഹാർഡ്. പിന്നെ ഞാൻ വിചാരിച്ച് അത് അവിടെ പകുതിക്ക് വെച്ച് ഫിസിക്സിലേക്ക് പോയി, അതും ഹാർഡ്. പക്ഷെ എന്നാന്നറിയില്ല, ആ ഒരു സമയത്ത് പാനിക് ആയിട്ടില്ല. ഇത്രയും നമ്മളെ എക്സാം എഴുതി ശീലിച്ചുകൊണ്ട് ആയിരിക്കണം. ലൈക്ക് ആ എക്സാം എഴുതിയ സമയം പാനിക് ആയിട്ടില്ല. എക്സാം എഴുതിയതിന് ശേഷം പിന്നെ എന്ത് നടക്കുമെന്ന് ആലോചിച്ച് ടെൻഷനായിന്. പക്ഷെ അതും എക്സാം എഴുതിയതിന് ശേഷം പിന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിട്ട് സാർമാരോട് സംസാരിച്ച്
അത് അങ്ങനെ ഓക്കെ ആയി. പക്ഷേ അത് ലൈക്ക് നമ്മൾ കൂടുതൽ എക്സാം എഴുതിക്കൊണ്ട് നിൽക്കുക. എന്താ വെച്ചാൽ നമ്മൾ എക്സാം എഴുതിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ലൈക്ക് വേറെ ഒന്നും ചിന്തിക്കൂല, വെറും ആ ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നേ ചിന്തിക്കൂ. അല്ലാണ്ട് റിസൾട്ട് എങ്ങനെയാവുന്ന ആ ഒരു സമയത്ത് ആ ഒരു ചിന്ത വന്നിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു നമ്മൾ ദ മോർ വി പ്രാക്ടീസ് നമ്മൾ ആ ഒരു ലെവലെത്തും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടുള്ളൊരു പോയിൻ്റാണ് മെൻ്റൽ ഹെൽത്ത്. ശരിക്കും നമ്മൾ വിദ്യാർത്ഥികൾ എന്താ പറയുക, ഒരു അണ്ടർ റേറ്റഡ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പലരും അതിനെ മിസ് ഔട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ താങ്കളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ മെയിൻ നീറ്റ് എക്സാമിൻ്റെ ഒക്കെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും? മെൻ്റൽ ഹെൽത്ത് ഈ പറഞ്ഞ പോലെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയാം. കാരണം ഇപ്പോൾ നമ്മൾ അബി പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാം എളുപ്പമാണെങ്കിലും പാടാണെങ്കിലും നമ്മളെ ആ ഹോളിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു കംപ്ലീറ്റ്ലി ഡിപ്പെൻസ് ഓൺ അവർ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ അത് നമ്മുടെ പ്രിപ്പറേഷനും ഇതുപോലെ തന്നെ. ഇപ്പോൾ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ഒന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ സന്തോഷ് സാർ, ഇപ്പോൾ ഞാൻ സ്റ്റീഫൻ സാറിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ സന്തോഷ് സാറും സ്റ്റീഫൻ സാറൊക്കെ ആകുമ്പോൾ തന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അവർ സാറിൻ്റെ അടുത്ത് പോയി കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. സന്തോഷ് സാറിൻ്റെ അടുത്ത് എനിക്ക് എഴുതാനേ പറ്റുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, നീ ആദ്യം തുറന്നു വെച്ചിട്ട് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മതി, 5 മിനിറ്റ് പൊക്കോട്ടെ, ആ പ്രശ്നമില്ല. ആദ്യം മെൻ്റൽ ഹെൽത്ത് ക്ലിയർ ആക്കിയിട്ട് നീ ഒന്ന് കൂളായിട്ട് നീ എക്സാം എഴുതി തുടങ്ങിയാൽ മതി. അങ്ങനെ ഇത് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മെൻ്റൽ ഹെൽത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കുറേ പേര് ഇങ്ങനെ പഠിക്കുന്നതാണ്, ലൈക്ക് പല ടൈമിലിരുന്ന്. ഇപ്പോൾ നമ്മൾ 2 മണിക്കൊക്കെ എനിക്കും അപ്പിരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെൻഷൻ വരുന്ന ഫാക്ടേഴ്സാണ്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാണ്ട് മാക്സിമം നമ്മളെ തന്നെ കൂളാക്കി. പിന്നെ ഫോൺ ടൈം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ മാക്സിമം ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. ബ്രില്യൻറ്റിൽ നിന്ന് ഇപ്പോൾ ഫാക്കൽറ്റീസ് എല്ലാവരും സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് തോന്നുന്നു റെഫറൻസിനൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രൊഫസേഴ്സും ഫാക്കൽറ്റി. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ചിലപ്പോൾ ഒരു ഇത് നമ്മൾ അറിയാണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് ഫുൾ പഠിച്ചിട്ട് വരുന്ന ഇതൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റാഫ് റൂമിൽ അവർ തന്നെ ഇരുന്ന് അവരുടെ ടൈം കളഞ്ഞ് നമുക്കെല്ലാം പറഞ്ഞിരുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ തന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് മെൻ്റൽ ഹെൽത്ത് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് നിങ്ങളെപ്പോലെ, അതായത് ഇപ്പോൾ നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളെപ്പോലെ ഏകദേശം കഴിഞ്ഞ വർഷം ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തികളാണ്. എന്നാൽ ഇവർ ഈ പറഞ്ഞ വാക്കുകൾ, ആ സ്ട്രെസ്സൊക്കെ വരും, ടെൻഷൻ വരും, മിസ്റ്റേക്കുകൾ സംഭവിക്കും. പക്ഷേ ഈ പറഞ്ഞ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു ടൈം, അതായത് മോഡൽ എക്സാംസിൻ്റെ ഒരു ടൈം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടൈമാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് മേക്ക് യൂസ് ഓഫ് ദിസ് വെരി പെർഫെക്റ്റ് ടൈം ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻസ്. അപ്പോൾ 2026 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇവരുടെ ഈ ഒരു വാക്കുകൾ തീർച്ചയായിട്ടും ഒരു ഐ ഓപ്പണർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.